അതായത് ഒരു ബ്ലോക്കുള്ള ആളുകൾക്ക് ആക്സസ് ബാർ സഹായമാവും. ഉറപ്പായിട്ട് സഹായം. പുള്ളിക്കാരി ഒന്നുമില്ലായ്മ കിടന്നിടത്തുനിന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല ചിന്തിച്ചിരുന്നു പുള്ളിക്കാരിക്ക് അങ്ങനെ ഒരു ഉയർച്ച സംഭവിച്ചു. അതെന്നെ ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് ആണ്. കാരണം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഇമോഷൻസ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. ഞാൻ അത്ര നല്ലൊരു വ്യക്തിയാകാൻ തുടങ്ങി. എനിക്ക് കുറച്ചുകൂടെ ഐഡിയാസ് വരുന്നു. എന്താണ് ചെയ്തതിനെ കുറിച്ചൊരു കാര്യം വരുന്നു. നോ പറയാൻ പറ്റുന്നു. പറ്റില്ല എനിക്കിത് ചെയ്യാമെന്ന് പറയാൻ പറ്റുന്നു. അന്നേരം ആ സമയത്ത് പറ്റാത്ത കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നു. ഡിസ്റ്റന്റ് ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. ബാർസ് ചെയ്യാൻ പറ്റില്ല, ആക്സസ് ബാർ ചെയ്യാൻ പറ്റില്ല. ഫേസ് ലിഫ്റ്റ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം നോ പറയാൻ അറിയില്ല എന്നുള്ളതായിരുന്നു. ഓക്കെ, ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്കറിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ സുഹൃത്തിനെ വിളിച്ചിട്ട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. ഇപ്പൊ ഞാൻ പണ്ടത്തെ ഞാനാണെങ്കിൽ ചിന്തിച്ചാൽ ഞാൻ ഇവനോട് ഇത് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇവന് സങ്കടമാവോ, ഞാൻ അങ്ങനെ ചിന്തിക്കും. ഇപ്പൊ എന്നോട് ദിവ്യ മുന്നിൽ ഇരുന്നിട്ടൊരു കാര്യം പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഞാൻ എന്തെങ്കിലും പറഞ്ഞ പുള്ളിക്കാരിക്ക് അത് വിഷമാവുമല്ലോ, അങ്ങനെ ചിന്തിക്കും. പക്ഷെ ഞാൻ അവനോട് പറഞ്ഞാൽ അത് പറ്റില്ല, അവനെ വണ്ടടിച്ചിട്ട് ഇന്ന് പറഞ്ഞാൽ അവനോട് ഒരു കാര്യം പറ്റില്ല എന്ന് പറഞ്ഞില്ല. നീ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിന് വേറെ വഴിയുണ്ട്, നീ ഇത് ഈ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്തോ, നീ പറഞ്ഞ രീതിയിൽ എൻ്റെ പേര് ഉപയോഗിക്കണ്ട, അത് പറ്റില്ല. അത് ചോദിച്ചാൽ എന്താ, ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ എല്ലാവരോടും നോ പറഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. അതിപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടായില്ല. 2 ദിവസം കഴിഞ്ഞ് ജവിച്ചികൾ പിണങ്ങി പോയത്. 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും വേറെ ആവശ്യമായിട്ട് നമ്മളെ വിളിച്ചു. ഇപ്പൊ അതെങ്ങനെ പറ്റുന്നത് വെച്ചാൽ എനിക്കറിയില്ല. ലൈഫ് എക്സ്പീരിയൻസ് കാരണം ഈ നോ പറയാൻ അറിയാത്തതുകൊണ്ട് ഒരുപാട് പണി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ്, അതായത് നമ്മുടെ ഏറ്റവും വലിയ ഗുരു നമ്മുടെ എക്സ്പീരിയൻസ് ആണല്ലോ. ഓക്കെ, ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ബോൾഡ്നെസ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്താണ്. താങ്കൾ പോലും അറിയാം താങ്കൾ ക്രിയേറ്റ് ആയി എന്നുള്ളതാണ് സത്യം. മനസ്സിലായി? ആ ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് നോ പറയാൻ പറ്റുന്നത്. അല്ലെ താങ്കൾ പണ്ടത്തെ സെയിം വ്യക്തിയെ താങ്കൾ ഇന്നും നോ പറയില്ല. അതുകൊണ്ട് തന്നെ മാറ്റം വേണം എന്ന് പറയുന്ന കാര്യം അതുകൊണ്ടാണ്. എല്ലാവരും എക്സ്പീരിയൻസ്, നമ്മളൊരു ടീച്ചർ, ഏറ്റവും ബെസ്റ്റ് ടീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മളിങ്ങനെയല്ല തീക്കകത്ത് സ്വയം എടുത്ത് ചാടി അവിടെ കിടന്ന് നമ്മൾ തന്നെ ഒരുങ്ങി നമ്മൾ തന്നെ തൊലിച്ച് എന്നിട്ടൊരു മൂശയിൽ ചെന്ന് വീണിട്ട് അവിടെ വെച്ച് അടിച്ച് നമ്മൾ തന്നെ പരത്തിയെടുത്തത് ആയതുകൊണ്ടാണ് അങ്ങനെ പറ്റുന്നത്. അത് പറ്റാത്ത ആളുകൾക്ക്, അതായത് ഒരു ബ്ലോക്കുള്ള ആളുകൾക്ക് ആക്സസ് ബാർ സഹായമാവും. ഉറപ്പായിട്ടും സഹായം. കാരണം എന്താ വെച്ചാൽ ഈ നമ്മുടെ അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന ഫിയറും ആൻസൈറ്റി പാസ്റ്റ് ഫെയിലറും എല്ലാം റിലീസായി പോവാണ്. അപ്പോൾ എന്താ ചെയ്യുന്നത്, ഇതെല്ലാം റിലീസായി പോയി അക്യുമുലേറ്റ് കാര്യങ്ങൾ റിലീസാകുമ്പോൾ ഒരു പുതിയൊരു ബ്രെയിൻ അവിടെ ഫോമാറ്റ് ചെയ്യല്ലേ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയൊരു വ്യക്തിയായി മാറും, പുതിയൊരു പേഴ്സണായിട്ട് മാറുമല്ലോ അവിടെ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അവർക്ക് പോസിബിലിറ്റീസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ദിവ്യ മാഡം കൺസൾട്ട് ചെയ്തിട്ടുള്ള ആളുകളിൽ ഏറ്റവും സന്തോഷം തന്നൊരു ഫീഡ്ബാക്ക് ആരുടെയായിരുന്നു? സന്തോഷം തന്നൊരു ഫീഡ്ബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഫീഡ്ബാക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഫെസിലിറ്റേറ്റർ ആണെന്ന് ആഗ്രഹിച്ചോളൊന്നുമല്ല. ഓക്കെ, പക്ഷേ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടല്ല എൻ്റെ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ നിന്ന് എന്നെ പ്രൊമോട്ട് ചെയ്ത് ഈ ഒരു ഇത് എന്നെ ഹെൽപ്പ് ചെയ്തപ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തണം എന്നൊക്കെ ഓർത്തുകൊണ്ടാണ് ഞാൻ എക്സ്പെർ പഠിക്കുന്നത്. പഠിച്ചു കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതിലൊരു ചേച്ചി, ഓക്കെ, ആ ചേച്ചിയെ സംബന്ധിച്ച് ഭയങ്കര പൈസ ഒക്കെ ഉള്ള സ്ത്രീ ആയിരുന്നു. പക്ഷെ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഒന്നുമില്ലാണ്ടായിപ്പോയി. പിന്നെ പുള്ളിക്കാരിയെ എന്താ പറയുക, എൻ്റെ ഹെൽപ്പ്, പുള്ളി ഭയങ്കരമായിട്ട് ഡിപ്പെൻഡൻ്റ് ആയിരുന്ന ഒരു പുള്ളിക്കാരിയായിരുന്നു എല്ലാവരെയും. ഓക്കെ, പക്ഷേ ഹസ്ബൻഡ് മരിച്ചുപോയി, പുള്ളിക്കാരിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോഴാണ് അങ്ങനെയാണ് പുള്ളിക്കാരി എൻ്റെ അടുത്ത് വരുന്നത്. വന്ന് നമ്മൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ചെയ്യുമെന്നപ്പോഴത്തേനും പുള്ളിക്കാരി ഓരോ ദിവസം പുള്ളിക്കാരി കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യം ചെയ്തു കേട്ടോ. പുള്ളിക്കാരി ഭയങ്കര ബെറ്ററായി, പുള്ളിക്കാരി കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്തു. പുള്ളി അവരുടെ ബിസിനസ് ആയിരുന്നു, ആ ബിസിനസ് പുള്ളിക്കാരി പയ്യെ മുമ്പോട്ട് കൊണ്ടുവന്ന് നോക്കി. അങ്ങനെ പുള്ളിക്കാരി സക്സസ് വെച്ചാൽ മാസി സക്സസ് അല്ല, പക്ഷേ പുള്ളിക്കാരി ഒന്നുമില്ലായ്മ കിടന്നിടത്തുനിന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല ചിന്തിച്ചിരുന്നു പുള്ളിക്കാരിക്ക് അങ്ങനെ ഒരു ഉയർച്ച സംഭവിച്ചു. അതെന്നെ ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് ആണ്. കാരണം ശരിക്കും പറഞ്ഞാൽ ആ ഇൻസിഡൻ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ആൾക്കാരേക്ക് എത്തണമെന്ന് പ്രചരിപ്പിച്ച കാര്യം എന്ന് വെച്ചാൽ. മനസ്സിലായി. ദിവ്യ മാഡത്തിൻ്റെ ഫാമിലി ലൈഫിൽ ആക്സസ് പറയുന്ന സാഹചര്യമുണ്ട്? എൻ്റെ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് എന്താ ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു, അതുപോലെ ഓവൻ സിസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഭയങ്കരമായിട്ട് വണ്ണം വെച്ചു, കാര്യങ്ങളൊക്കെ ചെയ്തു. നമുക്ക് ഭയങ്കര മൂഡ് സ്വിങ്സ് കാര്യങ്ങളൊക്കെ വന്നു. തൈറോയിഡ് ഒന്നും ഉണ്ടായിരുന്നു. ഓക്കെ, സിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ വീട്ടിലായിരുന്നു. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ വന്നപ്പോഴത്തേനും എൻ്റെ ഇമോഷൻ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഹസ്ബൻഡ് ഭയങ്കരമായിരുന്നു, പുള്ളിക്ക് ഓഫ് കോഴ്സ് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളി വീട്ടിൽ വരുന്ന സ്ട്രെസ്സുമായിട്ടാണ് വരുന്നത്. കൂട്ടിയില്ല, പക്ഷെ പുള്ളിയുടെ നമ്മളത് ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പം നമുക്ക് പറ്റുന്നില്ല, പിള്ളേരോട് ഭയങ്കര ഷൗട്ട് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് മുമ്പോട്ട് എനിക്ക് ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യും, നമ്മൾ എഫേർട്ട് ഇട്ടാലാണല്ലോ നമുക്ക് റിസൾട്ട് കിട്ടുക. അപ്പോൾ എനിക്ക് ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നു. സോ അപ്പോൾ ആക്സസിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, കുറേ പ്രാവശ്യം ട്രൈ എന്നൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷെ പറ്റിയില്ല. അപ്പോൾ എൻ്റെ ഒരു ബിസിനസ് ആവശ്യമാണ്, എനിക്ക് പുറത്ത് പോകണമായിരുന്നു. അങ്ങനെ ആ സമയത്ത് ഹസ്ബൻഡ് സഡനായിട്ട് അഡ്മിറ്റായി ഹോസ്പിറ്റലിൽ BP കൂടിയിട്ട്. അന്ന് ഞാൻ തീരുമാനം എടുത്തു. അല്ല, എൻ്റെ ദേഷ്യം കൊണ്ടല്ല, പുള്ളി അത്യാവശ്യം ദേഷ്യമുള്ള ആളാണ്. പിന്നെ ബാങ്കിൽ എന്തോ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കേൾക്കുന്ന BP ഉള്ള ആളായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ തീരുമാനിച്ചു എന്താണെന്ന് പറഞ്ഞാലും ആക്സസ് പഠിക്കണം. കാരണം ഞങ്ങൾ നേരത്തെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് നല്ല റിസൾട്ടായിരുന്നു ഈ കാര്യം നമ്മൾ റിസീവ് ചെയ്തപ്പോഴത്തേനും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പഠിക്കുന്നത്. പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേനും
എൻ്റെ ഇമോഷൻസ് ചേഞ്ച് വരാൻ തുടങ്ങി. ഞാൻ ഉണ്ടത്ര നല്ലൊരു വ്യക്തിയാകാൻ തുടങ്ങി. എനിക്ക് കുറച്ചുകൂടെ ഐഡിയാസ് വരുന്നു, എന്താണ് ചെയ്തതിനെ കുറിച്ചൊരു കാര്യം വരുന്നു, നോ പറയാൻ പറ്റുന്നു, പറ്റില്ല എനിക്കിത് ചെയ്യണമെന്ന് പറയാൻ പറ്റുന്നു. അന്നേരം ആ സമയത്ത് പറ്റാത്ത കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നു. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പി. അപ്പോൾ എൻ്റെ ലൈഫിൽ തന്നെ കുറേ മാറ്റങ്ങൾ വന്നു. ദേഷ്യം മാറിയോ? ദേഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ കൺട്രോൾഡ് ആണ് ഇപ്പം. മക്കളോട് പിന്നെ അവർ പിന്നെ കുറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഞാൻ ദേഷ്യങ്ങൾ വരും. പക്ഷെ ഒത്തിരി ബെറ്റർ ആണ്. മക്കളും ഭർത്താവും കമന്റ് ചെയ്യണം ഉള്ളതാണോ ഇല്ലയെന്നുള്ളത് അത് സേഫ് ആയിട്ട് പറഞ്ഞൊപ്പിച്ചു. അല്ല സോ നമുക്ക് പിള്ളേരുടെ കാര്യത്തില് കാരണം ഇളയ കൊച്ചൊക്കെ നല്ല കുസൃതിയാണ്. അപ്പൊ കുസൃതിയാണെങ്കിൽ നമുക്ക് പഠിച്ചില്ലെങ്കിലും ചിലപ്പോൾ നമ്മൾ വഴക്ക് പറയും. ഇപ്പൊ പഠിക്കണ്ട എന്ന് പറയാൻ പറ്റത്തില്ല, പഠിച്ചില്ലെങ്കിലും പഠിക്കാൻ ആവശ്യമില്ലാതെ ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഈ പണ്ടൊക്കെ ഉണ്ടായിരുന്നു ചെറിയ ചെറിയ കാരണം നമ്മുടെ ഫ്രസ്ട്രേഷൻസ് ഫുള്ള് അവരുടെ അടുത്ത് തീർക്കുമായിരുന്നു. കുഞ്ഞിന്റെ അടുത്തല്ല, മൂത്താടെ അടുത്ത്. ഇപ്പൊ പിന്നെ അതൊക്കെ കുറേയൊക്കെ കുറവ്. ഇല്ല, ഭർത്താവിന്റെ അടുത്ത് കാരണം പുള്ളി ഓൾറെഡി സ്ട്രെസ് ആണെന്ന് അറിയാവുന്നതുകൊണ്ട് അങ്ങനൊന്നും ഞാൻ ചെയ്യാറില്ല. ആ ഒരു കാര്യത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം പ്രൊഫഷണലി നേഴ്സായിരുന്നു, വർക്കിംഗ് ആയിരുന്നു, അതിനുശേഷം ബാങ്കറായ ഹസ്ബൻഡ്, അപ്പോൾ തിരിച്ചു വന്നിട്ട് ആക്സസ് ബാർ ഓക്കെ സ്വന്തം ജീവിതത്തിലേക്ക് എടുത്തു. പിന്നീട് ഇത് ബാക്കിയുള്ളവർക്കിലേക്ക് പകർന്നു കൊടുക്കാമെന്നൊക്കെ പറയുമ്പോൾ ഒരു ഫാമിലിയുടെ സപ്പോർട്ടൊക്കെ എന്ന് മാത്രമായിരുന്നു. ഫാമിലി ഹസ്ബൻഡ് അങ്ങനെ എല്ലാത്തിനും ചില കാര്യങ്ങൾക്ക് ഭയങ്കര നോ പറയും. പക്ഷേ എൻ്റെ ഈ കാര്യത്തിൽ പറഞ്ഞ പുള്ളി എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ടായിരിക്കാം. കാരണം ആക്സസ് എന്താണ് പുള്ളിക്ക് ഉറക്കമൊന്നുമില്ലായിരുന്നു, ഒട്ടും ഉറക്കില്ലാത്ത ഒരാൾ. പക്ഷെ ആക്സസ് ചെയ്ത പിന്നെയാണ് പുള്ളി ഇപ്പോൾ ഉറക്കത്തിന് പ്രോബ്ലംസ് ഒന്നും ഇല്ല, സ്ട്രെസ് കുറേ ജോലി അറിയാം. ഞാൻ 4-5 വർഷം ബാങ്ക് അഷുറൻസിൽ വർക്ക് ചെയ്ത ഒരാളാണ്. നമുക്ക് കൃത്യമായിട്ട് സഹോദരി ബാങ്കിലാണ്, നമുക്ക് കൃത്യമായിട്ട് അറിയാം അവരുടെ ഒരു സ്ട്രെസ് ഉണ്ടാവും. ഓക്കെ, അപ്പം അങ്ങനെ കാര്യങ്ങൾ വന്നു. അപ്പം പുള്ളിക്ക് അറിയാവുന്നതുകൊണ്ട് പുള്ളി ഓക്കെ ഒന്നും പറഞ്ഞു, എന്നോട് നോട് വാക്കേ പറഞ്ഞില്ല. ഇത് ചെയ്തു തന്നു. ഓക്കെ ഓക്കെ. ഈ ഒരാളിത് പഠിക്കാൻ ആഗ്രഹിച്ചു വരികയാണെങ്കിൽ അവരോട് പറയാനുള്ള പോസിറ്റീവ് വശങ്ങളെക്കാൾ കൂടുതൽ നെഗറ്റീവ് വശങ്ങൾ എന്തൊക്കെയാണ് ആക്സസ് പറഞ്ഞത്? അതായത് ഇവിടെ നിങ്ങൾ ഒരിക്കലും ക്വിക്ക് റിസൾട്ട് എന്ന് പറഞ്ഞ കാര്യങ്ങൾ പലരും ഫോക്കസ്, പക്ഷേ ആക്സസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ക്വിക്ക് റിസൾട്ടാണ് ഞാൻ പറയുന്നത്. അത് എക്സ്പീരിയൻസോട് പറയാം. കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഒരു പുള്ളിക്കാരൻ്റെ രാത്രി 11:30 കാരണം ശരിക്കും ഒരു എറണാകുളത്ത് ഒരു ക്ലാസ് നമ്മൾ കണ്ടക്ട് ചെയ്ത് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അത് നടക്കത്തില്ല, ക്യാൻസലായെന്ന് പറയാൻ വേണ്ടി മെസ്സേജാണ്. അപ്പോൾ എനിക്ക് തിരിച്ച് മെസ്സേജ് നോക്കുക, അതുവരെ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അന്ന് 11:30 കിടക്കാൻ പോകുന്ന സമയമാണ്. പക്ഷേ ഞാൻ സൂമിൽ ലിങ്ക് ഇട്ട് പുള്ളിക്കാരോട് ഇരുന്നു, കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സും കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. പുള്ളിക്കാർ ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടാണ് ഇരുന്നത്. ഓക്കെ, പക്ഷേ എനിക്കത് ആ സ്റ്റേറ്റ്മെൻറ്റ് പുള്ളിക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് പുള്ളിക്കാരി ചിന്തിക്കുന്നേക്കാളും സിവിയാരിറ്റി കുറഞ്ഞായിരിക്കും പുള്ളിക്കാർ ലൈഫിൽ സംഭവിക്കുള്ളൂ കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. അതുപോലെ തന്നെ പുള്ളിക്കാരുടെ ലൈഫിൽ പുള്ളിക്കാർ എന്താണ് എക്സ്പെക്ട് ചെയ്ത് അതിനേക്കാളൊക്കെ ഒരുപാട് മടങ്ങ് താന്നാണ് ഓരോ കാര്യങ്ങളും അത് സോൾവായി മുമ്പോട്ട് വന്ന കാര്യം എന്ന് വെച്ചാൽ. ചില ആളുകളുണ്ട് വെറുതെ നടന്നില്ല ഞാൻ മരിച്ചു പോകും, ആത്മഹത്യ ചെയ്യാൻ പോവാണ്, സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന പലരുണ്ട്. അത് എനിക്കറിയാം. കാര്യം എന്ന് വെച്ചാൽ നിങ്ങളൊക്കെ ഫോൺ എടുത്തില്ലെങ്കിൽ ആ ഫോണൊക്കെ എനിക്കാ വരിക. ചിലപ്പോൾ രാത്രി 2 മണിക്കൊക്കെ വിളിച്ചിട്ട് പറയും എനിക്ക് ഇപ്പം നിങ്ങളൊക്കെ ആണെന്ന് വെച്ചിട്ടായിരിക്കും സംസാരിക്കുക. സ്വാമിമാരെ അങ്ങനെയൊക്കെ പല ആളുകളെ വിളിച്ചിട്ട് ഇവർ നമ്മൾ ആ ഒരു ഹലോ പറയുന്ന പോലും കേൾക്കാതെ അങ്ങ് പറഞ്ഞു തുടങ്ങും, സങ്കടം പറഞ്ഞു തുടങ്ങും. ഇപ്പോൾ ആത്മഹത്യ ചെയ്യും അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യുന്നവർ ചെയ്തു എന്നിട്ട് ഞാൻ കട്ട് ചെയ്യും. കാര്യം ആത്മഹത്യ ചെയ്യുന്നവരൊരിക്കലും മറ്റൊരു സൊല്യൂഷൻ തിരക്കി പോവില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ എന്തുകൊണ്ട് അവിടെ ഇരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ ക്യാൻസൽ ചെയ്ത ഒരു ക്ലാസ് ആണ്, മനസ്സിലായി. അപ്പൊ എനിക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പുള്ളിക്കാരി അത് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് അത് നമ്മൾ ക്വിക്ക് റിസൾട്ട്, സ്റ്റേറ്റ്മെന്റ് ക്വിക്ക് റിസൾട്ട് അത് സിൻസിയർ ആണ്. അതായത് പുള്ളിക്കാരിക്ക് എന്തുകൊണ്ട് ഇടുന്ന വെച്ചാൽ പുള്ളിക്കാരി അത്ര ജെന്യൂൻ പേഴ്സൺ ആയിരുന്നു, മനസ്സിലായി. അപ്പൊ പുള്ളിക്കാരി എത്രത്തോളം ആത്മാർത്ഥത്തോടെ ആയിരിക്കും സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേക്കാം. ഇന്റൻഷൻ കറക്റ്റ് ആയിരുന്നു. ആ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഏത് കാര്യത്തിനാണെങ്കിലും നമ്മുടെ ഇന്റൻഷൻ കറക്റ്റ് ആയി നമ്മൾ ഇതെങ്കിലും ജെന്യൂൻ ആയിട്ട് ആ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുക നല്ല റിസൾട്ട് കിട്ടും. ഞാനൊരു സംശയം ചോദിക്കട്ടെ, ബാലിശമാണെങ്കിൽ ക്ഷമിച്ചേക്കണം. ഒരു ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ കാമുകൻ പാർട്ട്നേഴ്സ്, ഭർത്താവിന് തിരിച്ചു പറഞ്ഞാൽ പറയും എൻ്റെ കാര്യം എന്ന് പറയുന്നത്, ഭർത്താവിന് ഭയങ്കര ദേഷ്യവും ആങ്സൈറ്റി പ്രശ്നങ്ങൾ, ടെൻഷൻ, ഡിപ്രഷൻ, ഓവർ തിങ്കിങ് ഒക്കെ ആണെന്ന് വെച്ചോ. ഭാര്യ ആക്സസ് ബാർ പഠിച്ചിട്ട് ഭർത്താവിന്റെ സമ്മതമില്ലാതെ അവരെ ഹീൽ ചെയ്തെടുക്കാൻ പറ്റുമോ? അതായത് ആക്സസ് ബാർ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞത്. അത് പറഞ്ഞാൽ ഉറങ്ങും പുള്ളി സമ്മതിച്ചാലല്ലേ ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ദേഷ്യമുള്ള വ്യക്തിയാണെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്ത് ആക്സസ് ബാറിൽ നമുക്ക് എന്താ പറയാ ഇപ്പൊ ഓക്കെ അങ്ങനെയാന്ന് വിചാരിച്ചു, അങ്ങനെ നേരെ കിടക്കണം, കൈ ക്രോസ് ചെയ്യാൻ പാടില്ല, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹസ്ബൻഡ് വൈഫ് ഓക്കെ അപ്പോൾ ചെയ്ത് കൊടുത്ത് അവർ ദേഷ്യമൊക്കെ മാറും, അവർ നന്നായിട്ട് ഉറങ്ങുകയും ചെയ്യും, ദേഷ്യവും കാര്യങ്ങളൊക്കെ മാറും. പക്ഷെ പുള്ളിക്കാരനെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ വില്ലിങ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ. കാരണം ഫുൾ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം, ക്ലോസിംഗ് വരെ കംപ്ലീറ്റ് ചെയ്യണം. ഇനി സ്റ്റേറ്റ്മെൻറ്റ് പറയാനാണെങ്കിൽ പോലും
വൈഫ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് പുള്ളിനോട് ചോദിക്കണം ഇതൊക്കെ അൺക്രിയേറ്റ് ഡിസ്ട്രോയ് ചെയ്യാനും റെഡി ആണോ എന്ന് പുള്ളിയോട് ചോദിച്ചിട്ട് പുള്ളി റെഡി ആണോ എന്നെങ്കിൽ പറഞ്ഞെങ്കിൽ മാത്രമേ ഇതൊക്കെ മാറാൻ പറ്റൂ. പരസ്പര സമ്മതം വേണം. ഇല്ലെങ്കിൽ സ്മാർട്ടായിട്ട് ചില ഗെയിമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്താൽ കാര്യമില്ല. ഒരു ഗെയിമായിട്ടൊക്കെ ഞാൻ പറയുന്നത് തിരിച്ചു പറയണത് യെസ് എന്ന് മാത്രം പറയണത്. ദേഷ്യം പിടിച്ചു കിടന്ന് ആങ്സൈറ്റി പിടിച്ചു കിടക്കുന്നവരെ തയ്യാറാവില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. പക്ഷെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ 2 തവണ ഇപ്പം ഭയങ്കര സ്ട്രെസ് ഒക്കെ ഉള്ള വ്യക്തിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഓക്കെ ഡിസ്റ്റന്റ് ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. ബാർസ് ചെയ്യാൻ പറ്റില്ല, ആക്സസ് ബാർ ചെയ്യാൻ പറ്റില്ല. ഫേസ് ലിഫ്റ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ബോഡി ടച്ച് ചെയ്ത് ചെയ്യുന്ന തന്നെയാണ്, പക്ഷെ ചെയ്യാറുണ്ട്, ഫേസ് ലിഫ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പം ദിവ്യ നായരുമായി ബന്ധപ്പെടാൻ വേണ്ടി കഴിഞ്ഞ തവണത്തെ ഇന്റർവ്യൂ കഴിഞ്ഞ് വിളിച്ച പല ആളുകൾക്കും ദൂര സ്ഥലങ്ങളിൽ നിന്നാണ് വിളിച്ചത്. അതിനൊക്കെ എന്താ ഒരു സൊല്യൂഷൻ? ദൂര സ്ഥലത്ത് വന്ന് കോട്ടയത്ത് വരിക, അല്ലെങ്കിൽ ഞാൻ കോട്ടയമാണല്ലോ, കോട്ടയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അല്ലെങ്കിൽ നമുക്ക് എവിടെയാണോ ഇത്, പക്ഷെ അവിടെ കുറച്ച് ആൾക്കാരെ നമുക്ക് ഒരുമിച്ച് ചേർത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരാൾക്ക് 2 ആൾക്ക് വേണ്ടിയൊക്കെ നമുക്ക് ഒരു ചെയ്തിട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പല സ്ഥലങ്ങളിൽ ക്യാമ്പുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ചില ആളുകളൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ക്യാമ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ.